ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, ഇന്നത്തെ ദിവസം അനുസരണം കുടുംബജീവിതത്തിൽ എന്ന വിഷയത്തെ ബൈബിളിനെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പുണ്യമാണ് അനുസരണം. ഏത് ജീവിതാന്തസ്സിലും ഓരോരുത്തർക്കും ഇത് ബാധകമാണ്. പഴയ നിയമത്തിൽ അനുസരണത്തെ കുറിക്കുന്ന പദം നിയമാവർത്തനം 6:4 ക്ഷമ എന്നാണ്. ക്ഷമ ഇസ്രായേൽ, അല്ലയോ ഇസ്രായേലെ ശ്രവിച്ചാലും. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും അതിരാവിലെ അവർ ചൊല്ലേണ്ടതാണ്. വാക്കിനർത്ഥം കേൾക്കുക, ശ്രദ്ധയോടെ, ബുദ്ധിയോടെ, അനുസരണത്തോടെ കേൾക്കുക. കേൾക്കുന്നത് പ്രാവർത്തികമാക്കുക. കുടുംബത്തിലെല്ലാവരും അനുസരണം ദൈവത്തോട്, ദൈവവചനത്തോട് ആയിരിക്കണം. നിത്യവും ദൈവവചനം ശ്രവിക്കുക. പരസ്പരം തുറവിയോടെ കേൾക്കുക. മുൻവിധികളില്ലാതെ തുറവിയോടും അനുസരണ മനോഭാവത്തോടുമുള്ള കേൾവി ബന്ധങ്ങളെ ശാക്തീകരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ കേൾവി പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതാണ്. യേശു നിത്യവും പിതാവിനെ ശ്രവിച്ചിരുന്നു, അതനുസരിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവസാനമായി പറഞ്ഞത് തെത്തെലേസ്തായി, എല്ലാം പൂർത്തിയായി എന്ന്. തൻ്റെ മനുഷ്യാവതാരം ക്രിസ്മസ് പുത്രൻ്റെ അനുസരണത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തെ ശ്രവിച്ച് അതനുസരിച്ച് താൻ പ്രവർത്തിച്ചതെല്ലാം കുരിശിൽ പൂർത്തിയാക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു തെത്തെലേസ്തായി. ദൈവത്തെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും പങ്കാളിയെയും സൂക്ഷ്മ സംവേദനക്ഷമതയോടെ ശ്രവിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമായി ആഘോഷിക്കാം. അനുസരണത്തിൻ്റെ പൂർത്തീകരണമായ യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് റെൻസിൽ. എൻ്റെ പേര് പ്രംഡ. ഈ ആഗമനകാലത്ത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് അനുസരണം എന്ന പുണ്യത്തിനെക്കുറിച്ചൊന്ന് നമുക്ക് ചിന്തിക്കാം. ലൂക്ക 1:38 മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വപ്നം ദൂതനിലൂടെ മറിയത്തെ അറിയിച്ചപ്പോൾ മറിയം അത് അനുസരണയോടെ ഏറ്റെടുത്തു. അതുമൂലം മറിയത്തിൻ്റെ ജീവിതത്തിലും ഈ ലോകത്തിന് തന്നെ വലിയൊരു നന്മയാണ് അതിലൂടെ സംഭവിച്ചത്. നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മളോട് ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരണയോടെ അത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന്. മറിച്ച് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് ഒത്തിരി നന്മകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇനിയുള്ള കാലങ്ങളിലും നമുക്ക് അനുസരണയോടെ ദൈവം പ്രേരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സജ്ജമാകാം. ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. എടാ മോനെ, എഴുന്നേറ്റ് കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങാനായിട്ടുണ്ട്. ആ ഒരു സമയം കിട്ടി ഇപ്പോഴാണ് അതും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. എനിക്ക് അയ്യ ഹലോ പറയടാ. ഞാൻ എന്നാ പരിപാടി? ഷോകാടാ. പരിപാടിയൊന്നും ഇല്ല, വീട്ടിൽ കുറച്ച് ഷോക. ഒരു സമാധാനം ഇല്ല വെച്ചു. ഇതിനെ ഒരു കാര്യം ചെയ്യ്, നീ പള്ളിയിലോട്ട് വാ. എങ്ങോട്ട്? പള്ളിയിലേക്കാ? ആടാ വരാം. ഹായ് പോളെ. എന്നാ ഉണ്ടാ? എനിക്കെന്ത് പരിപാടി? എന്ത് പറ്റി? പ്രശ്നം എന്താ? നീ പറ. എടാ വേറൊന്നും അല്ലടാ, വീട്ടുകാരാകെ ഭയങ്കര ടാസ്കാ. ഒരു ടൈമും കിട്ടണില്ല, മാനേജ് ചെയ്യാൻ പറ്റണത്. എങ്ങനെയാടാ നീ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് നീ ജീസസ് യൂത്തിൽ പോണ്, കാറ്റിസത്തിന് ആനിമേറ്റർ, അവിടെ പോണ് ഇവിടെ പോണ്, എല്ലാം നടക്കണം. എങ്ങനെയാ പോൾ ഇതൊക്കെ മാനേജ് ചെയ്യണം? നീ ആ ഫോണും എടുത്ത് എന്താ സംഭവം കാണിച്ചു തരാം. ദേ, സ്ക്രീൻ ടൈം കണ്ടോ നിന്റെ ഫോണിന്റെ? കണ്ട
8 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം ഒരു ദിവസം യൂസ് ചെയ്യണം. ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നീ പറ. ഒരു കാര്യം ചെയ്യാം, ക്രിസ്മസിന് 2 ആഴ്ചയേ ഉള്ളൂ. ഈ 2 ആഴ്ച നമുക്ക് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാം. ഇനി നമുക്ക് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. നമുക്ക് പ്രാർത്ഥിച്ചാലോ? പരിശുദ്ധാത്മാവേ, ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉണ്ണീശോയെ, ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പിറക്കണമേ.